Good morning, sir, and welcome to the show. Morning, Anla. Morning, viewers. യെസ് സർ, ആദ്യം തന്നെ നമുക്ക് യു എസ് വിപണിയിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു നെഗറ്റീവ് ടോണിലാണ് പ്രധാനമായിട്ടും സൂചികകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോർ പി സി ഇയർ ഓൺ ഇയർ ബേസിൽ 2.3% ഉയർന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ സൂചികളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ വീണ്ടും ഒരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ആയിരുന്നു കാണാൻ സാധിച്ചത്. ആൻഡ് പുതിയ ഓൾ ടൈം ഹൈ ആദ്യമായിട്ട് ചരിത്രത്തിൽ 45,000 പോയിന്റ് എന്നുള്ളൊരു സൈക്കോളജിക്കൽ ലെവൽ വരെ ഡൗ ജോൺസ് ഇൻഡെക്സ് എത്തിയിരുന്നു. അതിനുശേഷം വളരെ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. സോ കറന്റ് ലെവൽസിലെ ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ അവസരമില്ല. ആൻഡ് നമ്മളിപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 44,000 പോയിന്റ് ആയിരിക്കും. അറ്റ് ദിസ് മൊമെന്റ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും ഇന്നലെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 21,000 പോയിന്റ് ആൻഡ് ആസ് എ സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 20,400 പോയിന്റ്. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ പ്രധാനമായിട്ടും ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു ലോ റേഞ്ചിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ഇന്നലെ വീണ്ടും റഷ്യ ഉക്രൈൻ വാറിൽ ചില എസ്കലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അതൊന്നും കാര്യമായിട്ട് ക്രൂഡ് വിപണിയെ സഹായിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ $68.68 എന്നൊരു നിലയിലാണ് WTI ക്രൂഡിന്റെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡിംഗ് നടക്കുന്നത്. ബ്രണ്ടിലേക്ക് എത്തുമ്പോൾ $72.29 എന്നൊരു നിലയിലുമാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡിന്റെ കേസിലെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റവും ഇല്ല. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ആൻഡ് ക്രൂഡിന്റെ ഇമ്മീഡിയറ്റ് ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് $72, സപ്പോർട്ടായിട്ട് $66 ലെവലോ കാണുന്നത്. സോ ഈ രണ്ട് ലെവലിൽ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇത് ബുള്ളിഷ് ഓർ ബെയറിഷ് സൈഡിലോട്ട് ഒരു ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കും. യെസ്, അപ്പം ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ 0.5% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. $2,651.44 എന്നൊരു നിലയിലാണ് ഗോൾഡ് ഫ്യൂച്ചേഴ്സിൽ ട്രേഡിംഗ് നടക്കുന്നത്. ഗോൾഡിൽ താങ്കൾ ഫോക്കസിൽ വെച്ചിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ബെയറിഷ്. ആൻഡ് സ്വർണത്തിന്റെ കേസിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് $2,600 ലെവലിലായിരിക്കും. എൻ്റെ ഈ ഒരു ബെയറിഷ് വ്യൂ റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ സ്വർണം $2,690 എന്നുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. യെസ്, ഒപ്പം ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ചിട്ട് ഒരു ഉയർന്ന ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 0.33% നേട്ടത്തിൽ 24,274.9 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ചിട്ട് ഉയർന്ന ക്ലോസിംഗ് ലെവൽ രേഖപ്പെടുത്താനും സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 50യെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായിട്ട് തന്നെ തുടരുന്നുണ്ട്. ബട്ട് നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സലിനൊരു നല്ല പോസിബിലിറ്റി നിഫ്റ്റി 50യുടെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50യുടെ ഏറ്റവും മുഖ്യമായ റെസിസ്റ്റൻസ് 24,800 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 24,500 പോയിന്റിലോ ആയിരിക്കും, 25,000 പോയിന്റ് ആയിരിക്കും. യെസ്, ഒപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് 52,000 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് ദ ഡേ നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 52,301.8 എന്നൊരു നിലയിലാണ്. ഒരു അവസാനത്തെ അതായത് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴേക്കും HDFC ബാങ്ക് പോലെയുള്ള ഹെവി വെയിറ്റ് ഓഹരികളിൽ വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് വരുന്നൊരു സ്ഥിതിയും കണ്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? HDFC ബാങ്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നിഫ്റ്റി ബാങ്കിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 52,600 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറും.
യെസ് സർ. അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുമ്പോൾ ഫെഡ്ഫിനയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിക്കുന്നത്. ഇന്നലെ 12.96% നേട്ടം രേഖപ്പെടുത്താനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇൻട്രാഡേയിൽ ഒരു ഹിസ്റ്റോറിക്കൽ ലോയിലേക്ക് ടച്ച് ചെയ്തതിന് ശേഷമാണ് വീണ്ടും അത്ര ശക്തമായിട്ടൊരു ബൈങ് ഇൻഡസ്ട്രി കടന്നു വന്നിരിക്കുന്നത്. ഫെഡ്ഫിനയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഫെഡ്ഫിനയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. നമ്മൾ ഇന്നലെ ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചു. ബട്ട് ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ആ നേട്ടങ്ങളൊന്നും തന്നെ നിലനിർത്താൻ സാധിച്ചില്ല. സോ അടുത്ത 4-5 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ സ്റ്റോക്കിന് എവിടെയായിരിക്കും സപ്പോർട്ട് ലഭിക്കുക എന്ന്. ആ ഒരു സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ നവംബർ 25 വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തി ആരംഭിച്ചെങ്കിലും പിന്നീട് അവിടെ നിന്ന് ഒരു കറക്ഷൻ നേരിടുന്ന ഒരു ഓഹരിയായിരുന്നു കണ്ടിരുന്നത്. മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച് ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 4000 കോടി രൂപ QIP വഴി സമാഹരിക്കാനായിട്ട് ലക്ഷ്യമിടുന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്, കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഇന്നലെയും 2% ഇടിവിലായിരുന്നു ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഗോദ്രേജ് പ്രോപ്പർട്ടിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ബട്ട് നല്ലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 2923 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 3030, അതിനുശേഷം 3150, അതിനുശേഷം 3270 രൂപയോ ആയിരിക്കും. അല്ല എൻ്റെ അടുക്കെ ഗോദ്രേജ് പ്രോപ്പർട്ടിയെ കുറിച്ച് ചോദിച്ചുകൊണ്ട് മറ്റൊരു ഗോദ്രേജ് സ്റ്റോക്കും കൂടെ എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗോദ്രേജ് അഗ്രോവെറ്റ്. ആൻഡ് ഗോദ്രേജ് അഗ്രോവെറ്റിന്റെ കേസിലും ട്രെൻഡ് റിവേഴ്സലിന് നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിന് ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 750 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 800 രൂപയിലായിരിക്കും. യെസ്. അതിനോടൊപ്പം തന്നെ ഏഷ്യൻ പെയിന്റ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് കൂടിയാണ് ചോദിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് ആഗോളതലത്തിൽ ക്രൂഡിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഒരു ഇടിവൊക്കെ ഏറ്റവും അധികം ഒരു പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഏഷ്യൻ പെയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു ഓഹരിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നവംബർ 11 വലിയൊരു ഗ്യാപ്പ് ഡൗണിൽ ആരംഭിച്ച ആ ഒരു ഓഹരി പിന്നീട് ആ ഗ്യാപ്പ് ഇതുവരെ ഫില്ല് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തുടർച്ചയായിട്ടൊരു ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെയും ഒരു 0.5% ഇടിവിലായിരുന്നു ഏഷ്യൻ പെയിന്റ്സിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 2 ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോഴേക്കും വളരെ മികച്ച റിസൾട്ട് അല്ലായിരുന്നു ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ തൽക്കാലം ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. യെസ്. അപ്പം JK സിമെന്റ്സിലൂടെ എത്തുകയാണ്. JK സിമെന്റ്സിനെ സംബന്ധിച്ച് പറയും ഇന്നലെ ഇപ്പോൾ ഹെവി വെയിറ്റ് ആയിട്ടുള്ള അൾട്രാടെക് അടക്കമുള്ള ഓഹരികളിലൊക്കെ ഒരു നെഗറ്റീവ് ഇൻട്രസ്റ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ JK സിമെന്റ്സിൽ ഇന്നലെ 0.5% നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരുന്നു. JK സിമെന്റ്സിൽ ഇനി താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? JK സിമെന്റിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു കേസിലും നമുക്ക് ട്രെൻഡ് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസിൽ 4220 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 4300, പിന്നീട് 4400, പിന്നീട് 4600 രൂപയിലും ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 4100 രൂപയോ ആയിരിക്കും. ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ജയരാജ് എന്നൊരു പ്രേക്ഷകൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1% നേട്ടം നിലനിർത്തി ക്ലോസ് ചെയ്യാൻ യൂണിയൻ ബാങ്ക് ഓഹരികൾക്ക് സാധിച്ചിരുന്നു. യൂണിയൻ ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യൂണിയൻ ബാങ്കിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നടന്നിരിക്കുന്ന ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ആയിട്ടുണ്ട്. സോ നമുക്ക് കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 113 രൂപയായിരിക്കും. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 130, അതിനുശേഷം 140.
യെസ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷക കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജിജി വർഗീസ് എന്ന പ്രേക്ഷകയാണ് ചോദിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 3 ദിവസമായിട്ട് അപ്പർ സർക്യൂട്ടിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 1504.05 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ 15% നേട്ടം നൽകിയതിനെ തുടർന്ന് ദേഴ്സ് എ പോസിബിലിറ്റി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാനായിട്ട്. സോ ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അടുത്തൊരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1600, അതിനുശേഷം 1750. ഉമ എന്ന പ്രേക്ഷക ബ്ലാക്ക് ബോക്സ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ബോക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബ്ലാക്ക് ബോക്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് ഈ സ്റ്റോക്ക് അതിന്റെ ഒരു ഓൾ ടൈം ഹൈ ലെവൽ 620 രൂപയ്ക്ക് അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 555 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. Yes. വിഷ്ണു എന്ന പ്രേക്ഷകൻ ബജാജ് ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരുന്നത്. ഇന്നലെ നമ്മൾ ഈ ഒരു ഓഹരി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു കേസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 3% നേട്ടം നിലനിർത്തിക്കൊണ്ടാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റിങ്ങിന് ശേഷം കനത്ത സെല്ലിംഗ് നേരിട്ട് ഓൾ ടൈം ലോ ലെവല് കഴിഞ്ഞ ആഴ്ച എത്തിയിരുന്നു. ആൻഡ് ഐ തിങ്ക് ദ ഡൗൺ സൈഡ് റിസ്ക് വളരെ വളരെ കുറവായിട്ട് ഇപ്പൊ എനിക്ക് കാണാൻ സാധിക്കുന്നത്. കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഐ തിങ്ക് നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 124 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 140, അതിനുശേഷം 155, 165. ജിബിൻ തരകൻ എന്ന പ്രേക്ഷകൻ കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വറിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.5% നേട്ടത്തിലായിരുന്നു കോൾ ഇന്ത്യയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കോൾ ഇന്ത്യയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിലും നമ്മൾ താമസിക്കാതെ തന്നെ ഇതിന്റെ ഒരു ബോട്ടം കണ്ടെത്തും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് 429 രൂപയിൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 460 രൂപയിലായിരിക്കും. ബട്ട് എങ്കിലും ഈ സ്റ്റോക്ക് 480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്ക് ഒരു സേഫ് സോണിലോട്ട് എത്തിച്ചേരാൻ പോകും. യെസ്. ഒരു പ്രേക്ഷകൻ സീമെൻസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്പേഴ്സ് ഒക്കെ കമ്പനി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ 2.5% നേട്ടത്തിലാണ് സീമെൻസിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സീമെൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സീമെൻസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന നേട്ടത്തിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 6,900 രൂപയുടെ സപ്പോർട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ട്രേഡിംഗിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് പ്രിപ്പയർഡ് ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മാത്രം എടുക്കാൻ നോക്കുക. റാസു എന്ന പ്രേക്ഷക സുസ്ലോണുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു സുസ്ലോൺ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സുസ്ലോണിന്റെ കേസിൽ കഴിഞ്ഞ 1.5 മാസമായിട്ട് നമുക്ക് നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. ആൻഡ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന്റെ അവസാനത്തെ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് വി ആർ ഗോയിങ് ടു ഗെറ്റ് എ ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 65 രൂപ. 65ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത അടുത്ത മേജർ റെസിസ്റ്റൻസ് 70 രൂപയായിരിക്കും. അങ്ങനെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 60 രൂപയിലായിരിക്കും. ശിവപ്രസാദ് എന്ന പ്രേക്ഷകൻ KNR കൺസ്ട്രക്ഷൻസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 2% നേട്ടത്തിലായിരുന്നു KNRന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരുന്നത്. KNRലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? KNR കൺസ്ട്രക്ഷൻസ് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ബട്ട് കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലും കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ.
സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 360 രൂപയായിരിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 290 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. വിനോദൻ എന്ന പ്രേക്ഷകൻ റിലയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ടു ലോ റേഞ്ചിലായിരുന്നു റിലയൻസിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിലയൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുക. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന രണ്ട് മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 1360, അതിനുശേഷം 1460. ഒന്നിലധികം പ്രേക്ഷകർ മദേഴ്സ് ആൻഡ് സുമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മദേഴ്സ് ആൻഡ് സുമയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മദേഴ്സ് ആൻഡ് സുമയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കും 158 രൂപ. ഈ സ്റ്റോക്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 175ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 190 രൂപയിലായിരിക്കും. സബീറ എന്ന പ്രേക്ഷക GMR എയർപോർട്ട് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 2% നേട്ടത്തിലായിരുന്നു GMR എയർപോർട്ടിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരുന്നത്. ഈ ഒരു ഓഹരിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? GMR എയർപോർട്ടിന് ഞാൻ വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന രണ്ട് മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 85 രൂപ, അതിനുശേഷം 90 രൂപ. അശ്വിൻ എന്ന പ്രേക്ഷകൻ എഡൽവീസ് ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 3% നേട്ടത്തിലായിരുന്നു എഡൽവീസ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഡൽവീസിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? എഡൽവീസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് വളരെ ശക്തമായിട്ട് ഒരു സപ്പോർട്ട് ബേസ് 100 രൂപയെ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് നല്ല സാധ്യത കാണുന്നുണ്ട്. 120 രൂപയുടെ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 120ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ രണ്ട് റെസിസ്റ്റൻസ് 130, അതിനുശേഷം 140 ആയിരിക്കും. ആദർശ് എന്ന പ്രേക്ഷകൻ LICയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1% നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ LICക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. LICയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? LICയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് വീണ്ടും നിഫ്റ്റി 50യിൽ നമ്മൾ ഈ വരുന്ന സെഷൻസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും LICയുടെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് രണ്ട് റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 970 രൂപ, അതിനുശേഷം 1010 രൂപ. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. യെസ്, അതിനോടൊപ്പം തന്നെ ഒരു പ്രേക്ഷകൻ യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ് ബാങ്ക് കഴിഞ്ഞ ദിവസം 0.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ് ബാങ്കിന്റെ ട്രെൻഡിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? യെസ് ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ 18 രൂപ 75 പൈസയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട്. നമ്മൾ ദിസ് ഹൈ റിസ്ക് സ്പെക്യുലേറ്റീവ് സ്റ്റോക്ക്. നമ്മൾ ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 18 രൂപ 75 പൈസയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു ലോങ് പൊസിഷൻ ശ്രമിക്കാം. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സിഗ്നിഫിക്കൻറ്റ് റെസിസ്റ്റൻസ് 21 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 23 രൂപയായിരിക്കും. 23ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്നത് കാണാൻ സാധിക്കും. യെസ്, ഒരു പ്രേക്ഷകൻ RVNLുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.5% നേട്ടത്തിലായിരുന്നു RVNL ക്ലോസ് ചെയ്തിരുന്നത്. RVNLന്റെ ട്രെൻഡിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? RVNLന്റെ കേസിൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ 400 രൂപയ്ക്ക് അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബേസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ അഗെയിൻ ഒരു ഹൈ റിസ്ക് ട്രേഡ് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ ശ്രമിക്കാം. ബട്ട് നമ്മളൊരു സേഫ് സോണിലോട്ട് എത്തിയിട്ട് ഒരു പൊസിഷൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 480ന്റെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കും. യെസ്, ഒന്നിലധികം പ്രേക്ഷകർ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി മറ്റുള്ള മെസഗോൺ ഡോക്ക്, അതിനോടൊപ്പം തന്നെ GRSE പോലെയുള്ള ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ GRSEയുടെ കേസിൽ
കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് GRSCയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് മോഡിൽ നിന്നും ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിൽ ഇനി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ പുതിയതായിട്ട് കൺസിഡർ ചെയ്യാം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1380 രൂപയുടെ സപ്പോർട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1900, അതിനുശേഷം 2000 രൂപ. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു റിക്കവറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാസഗോൺ ഡോക്കിന്റെ കേസിലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. 3700 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 4800, അതിനുശേഷം 5100. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടി എത്തിയിട്ടുണ്ട്. അദാനി ഗ്രീൻ എനർജിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അദാനി ഗ്രീൻ എനർജിയിൽ കഴിഞ്ഞ 4 ആഴ്ചകളായിട്ട് നമുക്ക് ശക്തമായിട്ടൊരു സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒക്കെ തന്നെ ബെയറിഷായി തന്നെ തുടരുന്നു. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു റിക്കവറി ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഈ സ്റ്റോക്കിൽ ഇൻഫാക്ട് ഒരു അദാനി സ്റ്റോക്കിലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. വരും ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ 90% ചാൻസസ് നമ്മൾ ഷോർട്ട് കവറിംഗ് ആണ്. അതിനെ തുടർന്ന് വി വിൽ സി എ റിക്കവറി. ബട്ട് ഈ ഒരു റിക്കവറി നടക്കുന്ന സമയത്ത് നമ്മളൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അത് ഉപയോഗിക്കരുത്. ബിക്കോസ് റിസ്ക് ഇസ് സ്റ്റിൽ വെരി വെരി ഹൈ. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാതെ മിസ്സായിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ ക്വയറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും നിക്ഷേപകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുകയാണ്, ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷം അതിനോടൊപ്പം തന്നെ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ സഹായം തേടിയതിനു ശേഷവും മാത്രം നിക്ഷേപം നടത്തുക. ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ ഓപ്പണിംഗ് അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.